ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ NMS. നിങ്ങളുടെ NMSന്റെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അല്ലെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ലാഭവും നഷ്ടവുമാണ്. ഇവിടെ ഒരുപാട് പുതിയ പുതിയ ടേംസുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ടാവും. സോ ആദ്യം നമുക്ക് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ടേമുകൾ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ടേം ആയിട്ട് നമ്മൾ പഠിക്കുന്നത് കോസ്റ്റ് പ്രൈസ് എന്നുള്ളതാണ്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് അതിന് നമ്മൾ CP എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു കടക്കാരനാണ്. ഓക്കെ, ഞാനൊരു കട നടത്തുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങും. അപ്പൊ ഞാൻ വാങ്ങുന്ന തുകയാണ് അല്ലെ, ഞാൻ വാങ്ങുന്ന അല്ലെങ്കിൽ ഞാൻ ചെലവാക്കുന്ന ആ തുകയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി എന്റെ കടയിൽ വെച്ചിട്ട് ഞാൻ ആ സാധനങ്ങളൊക്കെ വിൽക്കും. അപ്പൊ ആ വിൽക്കുന്ന പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സെല് ചെയ്യുന്ന തുക. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് അതിനെ നമ്മൾ SP എന്ന് പറയും. ഓക്കെ, ഇനി ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് സാധ്യതകളുണ്ട്. ഒന്നിക്ക് എനിക്ക് ലാഭം ഉണ്ടാവാം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു സാധനം, ഒരു സൈക്കിൾ ആണെന്ന് വിചാരിച്ചു. ഞാൻ സൈക്കിൾ ഒരു 1000 രൂപക്ക് വാങ്ങിച്ചു, ഒരു 1100 രൂപക്ക് വിറ്റു. ദാറ്റ് മീൻസ് എനിക്ക് അവിടെ 100 രൂപയുടെ എന്തുണ്ടാവുന്നുണ്ട്, ലാഭം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രോഫിറ്റ്, അതായത് ലാഭം നമ്മൾ എങ്ങനെ കാണുന്നത്, പ്രോഫിറ്റ് നമ്മൾ കാണുന്നത് നമ്മൾ വിറ്റ തുക, അതായത് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യാണ്, നമ്മൾ ചെലവാക്കിയ തുക കോസ്റ്റ് പ്രൈസ് എന്ത് ചെയ്യാണ്, ജസ്റ്റ് മൈനസ് ചെയ്യാണ്. ഇനി ചില കേസസ് ചിലപ്പോൾ ജസ്റ്റ് ചിന്തിച്ചോ, ഒരു സൈക്കിൾ നമ്മൾ വാങ്ങി. ഓക്കെ, അപ്പോൾ നോക്കുന്ന സമയത്ത് ചെറിയ ചില കേടുപാടുകളൊക്കെ സൈക്കിളിനുണ്ട്. ഓക്കെ, അപ്പം ഞാൻ വിചാരിക്കുകയാണ് എന്നാൽ കുഴപ്പമില്ല, കിട്ടിയ തുകക്ക് എന്ത് ചെയ്യാം, ആ ഒരു സൈക്കിൾ വിറ്റൊഴിക്കാം എന്നുള്ള രൂപത്തിൽ കുറച്ച് നഷ്ടത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്, സൈക്കിൾ വിൽക്കുകയാണ്. ഓക്കെ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇരിക്കുകയാണ്, 1000 രൂപക്ക് ഞാൻ സൈക്കിൾ വാങ്ങി, ഞാനൊരു 900 രൂപക്ക് സൈക്കിൾ വിൽക്കുകയാണ്. എനിക്കവിടെ നഷ്ടമാണ് ഉണ്ടാവുന്നത് അല്ലേ, ഞാൻ വാങ്ങിയ തുകയേക്കാൾ കുറച്ചിട്ടാണ് ഞാൻ ആ സൈക്കിൾ വിൽക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ ലോസ് ആണ് ഉണ്ടാവുന്നത്, അതായത് നഷ്ടമാണ് ഉണ്ടാവുന്നത്. നഷ്ടം എങ്ങനെ നമ്മൾ കാണുക, CP മൈനസ് SP ആണ്, അതായത് കോസ്റ്റ് പ്രൈസ് മൈനസ് SP ആണ്, സെല്ലിംഗ് പ്രൈസ് ആണ്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രോഫിറ്റ് ഏത് കേസിലാണ് നമുക്ക് ഉണ്ടാവുക, നമ്മൾ വിറ്റ തുക എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയതിനേക്കാൾ കൂടുതലാണെങ്കിൽ. ഈ ലോസ് ഏത് കേസിലാണ് ഉണ്ടാവുക, നമ്മൾ വിറ്റ തുക എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയതിനേക്കാൾ കുറവാണെങ്കിൽ. ഇങ്ങനെ രണ്ട് കേസ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ഇനി ഇപ്പൊ പ്രോഫിറ്റും ലോസും ലാഭവും നഷ്ടവും നമ്മൾ പഠിച്ചു. ഇനി കൃത്യമായിട്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു ടേമാണ് ലാഭത്തിന്റെ ശതമാനം അല്ലെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് നമ്മൾ പറയാറുണ്ട്. നോർമലി ഈ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ്. നമുക്ക് എത്ര പെർസെൻറ്റേജ്, എത്ര ശതമാനം നഷ്ടമുണ്ടായി, ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോർമലി ഉണ്ടാവാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുക, നോക്കുക, ലാഭ ശതമാനം കാണുക. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു SP മൈനസ് CP ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100 ആണ്. ഓക്കെ, അപ്പൊ ഈ SP മൈനസ് CP എന്ന് പറഞ്ഞാൽ എന്താ, SP മൈനസ് CP എന്ന് പറഞ്ഞാൽ ലാഭമാണ് അല്ലേ. ലാഭത്തിനെയാണ് നമ്മൾ SP മൈനസ് CP എന്ന് പറയാം. നമ്മളിവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. പ്രോഫിറ്റിനാണ് നമ്മൾ എന്ത് പറയാ, SP മൈനസ് CP, അതായത് എത്ര ലാഭം നമുക്ക് കിട്ടി എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡിവൈഡഡ് ബൈ CP, അതായത് നമ്മൾ ചെലവാക്കിയതിന്റെ എത്ര ശതമാനമാണ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അവിടെ കാണുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജിന്റെ എന്ത് ചെയ്യുക, അവിടെ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ലോസ് പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് കാണാം. ലോസ് പെർസെൻറ്റേജ് നോക്കാം. ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു CP മൈനസ് SP ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ അവിടെ രണ്ട് ഇക്വേഷനും സെയിം തന്നെയാണ്. ആകെയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ന്യൂമറേറ്ററിൽ എന്തായിരുന്നു, നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, അതായത് SP മൈനസ് CP എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത് അതായിരുന്നു. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ അത് എന്തായിട്ട് മാറി, എത്ര നഷ്ടമാണ്, എത്ര ലോസ് ആണ് നമുക്ക് ഉണ്ടായത് എന്നുള്ളതാണ് വരുന്നത്. വേറൊരു ഡിഫറൻസും തന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ടേം പഠിക്കാം. അതാണ് മാർക്കഡ് പ്രൈസ്. എന്താണ് മാർക്കഡ് പ്രൈസ്? നമ്മൾ ഈ കടകളിൽ പോകുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റിന് നമ്മൾ MRP കാണാറുണ്ട് അല്ലെ, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. ഓക്കെ, ആ രൂപത്തിൽ നമ്മൾ മാർക്കിംഗ് പ്രൈസ് എന്നുള്ള സംവിധാനം, സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ടേം നമ്മൾ കൺസിഡർ ചെയ്യാണ്. നോക്കുക, മാർക്കഡ് പ്രൈസ്. മാർക്കഡ് പ്രൈസ്. അപ്പോൾ ആദ്യം എന്താണ് ഈ മാർക്കഡ് പ്രൈസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു CP എത്ര എമൗണ്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സാധനം വാങ്ങി. നമുക്കൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാൻ ഒരു സൈക്കിള്, നേരത്തെ പറഞ്ഞ സൈക്കിൾ തന്നെ നമുക്ക് എടുക്കാം. സൈക്കിൾ ഞാൻ എന്ത് ചെയ്തു,
ഒരു 1000 രൂപക്ക് വാങ്ങി. അപ്പോൾ 1000 എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്, CP ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, അതിന് വിലയായിട്ട് ഞാനൊരു 1500 വെക്കാണ്. അതായത് ഇതിന്റെ MP അല്ല, ഞാൻ വിൽക്കുന്ന പ്രൈസ് അല്ല. ഓക്കെ, ഞാൻ 1000 വാങ്ങി, ഞാൻ കടയിൽ വെക്കാണ്. ഇതിന്റെ MRP അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 1500 ആണ്. എന്നിട്ട് ഞാൻ പറയാം ഇതിനൊരു 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് എത്ര ഉണ്ട്? 10% ഉണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഡിസ്കൗണ്ട് എന്തിന്മേലാണ് ഡിസ്കൗണ്ട് കൊടുക്കുക? ഈ CP നമ്മൾ വാങ്ങിച്ചിട്ടുള്ള 1000 രൂപയുടെ 10% ആണോ ഡിസ്കൗണ്ട് കൊടുക്കുക? അല്ല, നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ 1500 ഉണ്ടല്ലോ, അതിന്റെ 10% ഡിസ്കൗണ്ട് കൊടുക്കുക. അങ്ങനെ ആ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് അത് വിൽക്കുന്ന ഒരു പ്രൈസ് ഉണ്ടാവുമല്ലോ, അതാണ് അവിടെ SP. അപ്പൊ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാനൊരു സാധനം വാങ്ങി, അതിനെ 1000 രൂപക്കാണ് വാങ്ങിയത്, ഒരു സൈക്കിള്. അപ്പൊ അതാണ് അതിന്റെ CP എന്ന് പറയുന്നത്. ഞാൻ 1500 എന്നുള്ള രൂപത്തിൽ ഒരു മാർക്കറ്റ് പ്രൈസ് ആക്കി അതിനെ സെറ്റ് ചെയ്യാണ്. എന്നിട്ട് വാങ്ങാൻ വരുന്ന ആളോട് പറയാണ് ഈ സൈക്കിൾ ഇപ്പൊ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ 1500 10% കുറച്ചു, ഞാൻ 1350 1350 ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു സൈക്കിൾ വിൽക്കാണ്. 1350 ആണ് അവിടെ എന്ത് എന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ 1500 അല്ല സെല്ലിംഗ് പ്രൈസ്, നമ്മൾ സെല് ചെയ്യുന്നത് ആ ഒരു പ്രൈസിനല്ല. ഓക്കെ, ഇനി MRP തന്നെ സെല് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും സെയിം ആയിരിക്കും. ഇപ്പോൾ ഞാൻ 1500 മാർക്ക് ചെയ്തു, ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല, സെയിം അതേ പ്രൈസിന് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ MP-യും SP-യും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഞാൻ മാർക്ക് ചെയ്ത പ്രൈസും സെല് ചെയ്യുന്ന പ്രൈസും. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കടക്കാരൻ എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യുന്നത്. ആദ്യം ഒരു MP കൂട്ടിയിടും, അതിനനുസരിച്ച് അതിൽ ഡിസ്കൗണ്ട് കൊടുക്കും. സ്റ്റിൽ അവർക്ക് എന്തുണ്ടായിരിക്കും, കൃത്യമായിട്ട് അവിടെ ലാഭം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങളോട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡിസ്കൗണ്ട് എപ്പോഴും നമ്മൾ എന്തിലാണ് കൊടുക്കുക, മാർക്കറ്റ് പ്രൈസിലാണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരൊറ്റ ഇക്വേഷനും കൂടി നമ്മൾ അവിടുന്ന് പഠിക്കാണ്ട്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് നോക്കുക. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അതായത് ഈ MP മൈനസ് SP എന്ന് പറഞ്ഞാൽ എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, ഡിസ്കൗണ്ട് എത്രയാന്നുള്ളതാണ് നോക്കുക. ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു MP മൈനസ് SP ആണ്. അതായത് ജസ്റ്റ് ചിന്തിക്കടാ, നമ്മളിപ്പോൾ നേരത്തെ കേസിൽ 1500 രൂപ അതിന്റെ മാർക്കറ്റ് പ്രൈസ് ആക്കി വെച്ചു. 10% ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, എന്നിട്ട് 10% കുറച്ചപ്പോൾ 1350 ആയി. അപ്പൊ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക, ഡിസ്കൗണ്ട് കൊടുത്ത എമൗണ്ട് എത്രയും 150 ആണ്, അല്ലെ 150 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തത്. പെർസെൻറ്റേജ് പറയുകയാണെങ്കിലോ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 10% ആണ്. ഓക്കെ, അപ്പൊ ആ ഡിസ്കൗണ്ട് ആണ് നമ്മൾ ഈ ന്യൂമറേറ്ററിൽ, നേരത്തെ നമ്മൾ പ്രോഫിറ്റും അതുപോലെ തന്നെ ലോസ് ഒക്കെ ന്യൂമറേറ്ററിൽ കൊടുത്തില്ലേ, അതേപോലെ തന്നെ ആ ഒരു ഡിസ്കൗണ്ട് ആണ് കൃത്യമായിട്ട് ഇവിടെ ന്യൂമറേറ്ററിൽ കൊടുക്കുന്നത്. ഡിവൈഡഡ് ബൈ, ഇനി നോക്കുക ഏതിൽ നിന്നാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു MP-യിൽ നിന്നാണ് അല്ലെ. 1500 രൂപ എന്നുള്ള ആ ഒരു മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. സോ കൃത്യമായിട്ട് ഡിവൈഡഡ് ബൈ MP വരും, പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു 100. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായി, പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒട്ടുമുക്ക ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്, എന്താണ് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് നോക്കി, നമ്മൾ ചിലവാക്കിയ തുക, നമ്മൾ വിൽക്കുന്ന തുകയാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ലാഭം കിട്ടി, അതെങ്ങനെ നമ്മൾ കാണാം, SP മൈനസ് CP ആണ്. ലോസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര നഷ്ടമുണ്ടായി, അതെങ്ങനെ കാണാം, CP മൈനസ് SP, കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ഇനി അതുപോലെ തന്നെ ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100 ആണ്. ഓക്കെ, പിന്നെ മാർക്കറ്റ് പ്രൈസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ഡിസ്കൗണ്ട് എന്താണെന്ന് പഠിച്ചു. ഡിസ്കൗണ്ട് എങ്ങനെ നമ്മൾ കാണാം, മാർക്കറ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് എന്താ മതി, ജസ്റ്റ് ഒന്ന് മനസ്സ് ചെയ്താൽ മതി. എല്ലാ കേസിലും ഈ ഒരു ഡിസ്കൗണ്ടും മാർക്കറ്റ് പ്രൈസും ഉണ്ടാവണം നിർബന്ധമില്ല കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസിലും അത് ഉണ്ടാവില്ല. പക്ഷെ ഇതുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്, നമ്മൾ എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുത്തു ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. സോ ഇത്രയേ ഉള്ളൂ അവിടെ കാര്യങ്ങൾ. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊക്കെ നോക്കിയാലോ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ buys a toy for ₹50 and sells it for 75. What will be his gain percentage? അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അദ്ദേഹം ആ ഒരു ടോയ് വാങ്ങുന്നത്, അതായത് CP ആണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം, CP എന്ന് പറയുന്നത് എത്രയാണ്, 50 ആണ്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം സെല് ചെയ്യുന്നത്, ആ ഒരു കളിപ്പാട്ടം അദ്ദേഹം വിൽക്കുന്നത് എത്ര രൂപക്കാണ്, 75 രൂപക്കാണ്. അതായത് SP എന്ന് പറയുന്നത് 75 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ചോദിക്കുന്നത്, വാട്ട് വിൽ ബി ഹിസ് ഗെയിൻ പെർസെൻറ്റേജ്, അദ്ദേഹത്തിന്റെ ലാഭ ശതമാനം എത്ര. ഓക്കെ, എത്ര ശതമാനം അദ്ദേഹത്തിന് ലാഭം ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാം, എങ്ങനെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ്
പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു എസ് പിയിൽ നിന്ന് എന്ത് കുറക്കുക, സി പി കുറക്കുക. അതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു 100 ആണ്. ആണല്ലോ. ഇനി നോക്കുക, എസ് പിയിൽ നിന്ന് സി പി കുറക്കുക, 75ൽ നിന്ന് 50 കുറക്കുക, ഡിവൈഡഡ് ബൈ സി പി എന്ന് പറഞ്ഞാൽ 50 ആണ്, ഇൻറ്റു 100. ഓക്കെ. ഇനി 75ൽ നിന്ന് 50 കുറച്ച് കഴിഞ്ഞാൽ 25 ആണ്, 25 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 50. ഓക്കെ. 100ൽ എത്ര 50 ഉണ്ട്? 2 ആണ്. 50ൽ എത്ര 50 ഉണ്ട്? 1 ആണ്. സോ ഡിവൈഡഡ് ബൈ 1 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതേ ആൻസറിനെ കിട്ടും അല്ലേ. 25/1 എന്ന് പറഞ്ഞാൽ 25 തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ 5/1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. സോ നമ്മളവിടെ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. സോ 25 ഇൻറ്റു 2 അല്ലേ, 25 ഇൻറ്റു 2 ദാറ്റ് മീൻസ് 50% നമുക്ക് അവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയിട്ട് വരിക. ഓക്കെ. 50% ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ 1 ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 20 ആർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 16 ആർട്ടിക്കിൾ ദെൻ വാട്ട് ഈസ് ദ ഗെയിൻ പെർസെന്റ്? എന്താണ്? 20 സാധനങ്ങളുടെ വാങ്ങിയ വില 16 സാധനങ്ങളുടെ വിറ്റ വിലക്ക് തുല്യമായാൽ ലാഭശതമാനം എത്ര? ഓക്കെ. ഇത് കോമൺലി ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമാണ്, കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. 20 സാധനങ്ങളുടെ വാങ്ങിയ വില ദാറ്റ് മീൻസ് 20 ഇൻറ്റു സി പി അല്ലേ. 20 ഇൻറ്റു സി പി ഇസ് ഈക്വൽ ടു 16 സാധനങ്ങളുടെ വിറ്റ വില ദാറ്റ് മീൻസ് 16 ഇൻറ്റു എസ് പി അല്ലേ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണണം? അവിടെ ലാഭശതമാനം എത്രയാണെന്ന് കാണണം. ഇവിടെ എനിക്ക് 20 അങ്ങോട്ടേക്ക് കൊണ്ടേ കൂടെ, ഈ 20 അങ്ങോട്ടേക്ക്, ഇവിടെ ഇൻറ്റു 20 ആണ്. അപ്പോൾ അവിടെ എന്താവും? ഡിവൈഡഡ് ബൈ 20 ആവും. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടൂലേ, സി പി ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു എസ് പി ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടൂലേ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ അവിടെ ഉള്ള എസ് പിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. ഈ ഒരു എസ് പിന് എന്ത് ചെയ്യാണ്? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ എന്ത് കിട്ടി എനിക്ക്? നോക്കുക, സി പി ഡിവൈഡഡ് ബൈ എസ് പി. അവിടെ ഇൻറ്റു എസ് പി ആയിരുന്നു അല്ലേ. അവിടെ മുകളിൽ ന്യൂമറേറ്ററിൽ ഇൻറ്റു എസ് പി ആയിരുന്നു, താഴേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. ഇസ് ഈക്വൽ ടു അതെന്തായിട്ട് മാറും? 16 ഡിവൈഡഡ് ബൈ 20. ഓക്കെ. 16 ഡിവൈഡ് ബൈ 20 നമുക്ക് 4 വെച്ച് ചെറുതാക്കാൻ പറ്റൂലേ. അപ്പോൾ 16ൽ എത്ര 4 ഉണ്ട്? 4 ആണ്. 20ൽ എത്ര 4 ഉണ്ട്? 5 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എന്താ കിട്ടിയത് അവിടുന്ന്? സി പി ഡിവൈഡഡ് ബൈ എസ് പി ഇസ് ഈക്വൽ ടു 4/5. അപ്പൊ എന്താ ചെയ്യുക? ജസ്റ്റ് സി പി 4 ആണെന്ന് കൺസിഡർ ചെയ്യുക. സി പി ആക്ച്വലി 4 ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ നമുക്ക് ശതമാനം മാത്രം കണ്ടാൽ മതി അല്ലേ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് മാത്രം കണ്ടാൽ മതി. അപ്പോൾ സി പി 4 കൺസിഡർ ചെയ്യുക, എസ് പി 5 ആയിട്ടും കൺസിഡർ ചെയ്യുക. സി പി 4 കൺസിഡർ ചെയ്യുക, എസ് പി 5 കൺസിഡർ ചെയ്യുക. പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു എസ് പി മൈനസ് സി പി ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു 100. ഓക്കെ. എസ് പി മൈനസ് സി പി ദാറ്റ് മീൻസ് 5 മൈനസ് 4 ആണ്, ഡിവൈഡഡ് ബൈ സി പി എന്ന് പറയുന്നത് 4 ആണ്, ഇൻറ്റു 100. ഓക്കെ. 5 മൈനസ് 4 1 ആണ്. 1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 4. 100/4 എന്ന് പറഞ്ഞാൽ 25% അവിടുത്തെ ലാഭം വരുന്നത്. ഓക്കെ. 25%. യെസ്, ബി ഓപ്ഷൻ ആണ് അല്ലേ. ബി ഓപ്ഷൻ ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഇൻ ലോസ് ഫോർ ₹120. അപ്പോൾ ഒരു ആർട്ടിക്കിൾ വിൽക്കുന്നത് 120 റുപ്പീസിനാണ്. ബട്ട് കൃത്യമായിട്ട് അവിടെ ലോസ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു സെല്ലിംഗ് പ്രൈസ് ഞാൻ എസ് പി ഉണ്ടെന്ന് വിളിക്കുകയാണ്. 120 ആണ് അവിടെ സെല് ചെയ്യുന്നത്. അവിടെ ലോസ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അത് 165 രൂപക്ക് വിൽക്കുകയാണെങ്കിൽ ആ ഒരു കേസിലുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 165 മൈനസ് സി പി ആയിരിക്കും. ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ലോസിന്റെ ഹാഫ് ആണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ലോസ് എത്രയാണ്? സി പി മൈനസ് 120 ആണ്. അതിൻ്റെ ഹാഫ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ആ ഒരു 30% ഗെയിന് വിൽക്കണം എന്നുണ്ടെങ്കിൽ എത്ര രൂപക്കാണ് നമ്മൾ വിൽക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കാണാൻ പറ്റും? ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കാണാൻ പറ്റും. കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഗെയിം ഓവർ. നമ്മൾ വളരെ സിമ്പിളായിട്ട് ബാക്കിയുള്ളത് കാണാൻ പറ്റും. അപ്പോൾ സി പി കാണാന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു ഒബ്ജക്റ്റീവ് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ ഈ ഒരു 2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. 2 ഇൻറ്റു 165 മൈനസ് സി പി ഇസ് ഈക്വൽ ടു സി പി മൈനസ് 120. ഓക്കെ. ഈ 2നെ 2 ടേമിലേക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് വരും? 2 ഇൻറ്റു 165 മൈനസ്
2 into CP എന്ന് പറഞ്ഞാൽ 2CP is equal to CP minus 120. 2 into 165 330 ആണ് 330 minus 2CP is equal to CP minus 120. ഓക്കെ, ഈ 2CP അങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ് 2CP ആവും. 330 is equal to CP പ്ലസ് 2CP മൈനസ് 120. ഓക്കെ, അപ്പം എന്താവും? ഈ ഒരു മൈനസ് 120 ഇങ്ങോട്ടേക്ക് വരും. 330 പ്ലസ് 120 ആവും. ഈക്വൽ ടു CP പ്ലസ് 2CP 3CP ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി 3CP ഈസ് ഈക്വൽ ടു 330 പ്ലസ് 120 450 ആണ്. അങ്ങനെയാണെങ്കിൽ CP ഈസ് ഈക്വൽ ടു 450 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 150 വന്നു. ഓക്കെ, 150 ആണ് നമുക്ക് അവിടെ CP വരുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് 30% ഗെയിൻ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് വരുന്ന സമയത്ത് എന്തായിരിക്കും SP എന്നുള്ളതാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇക്വേഷൻ ഇടാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു SP മൈനസ് CP ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് നമുക്ക് വേണ്ടത്? 30% SP എത്രയാണെന്ന് നമുക്കറിയില്ല, അതാണ് കാണാനുള്ളത്. മൈനസ് CP 150 ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? 150 കിട്ടി, 150 ആണ്. ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100. ക്ലിയർ? ഇവിടെ 150 എത്ര 50 ഉണ്ട്? 3 ആണ്. 100 എത്ര 50 ഉണ്ട്? 2 ആണ്. ഓക്കെ, ഈ ഒരു 3 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3 into 30 ഈസ് ഈക്വൽ ടു, ഇവിടെ പുറത്തുള്ള 2നെ 2 ടേമിലോട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into SP മൈനസ് 2 into 300 അല്ല, 2 into 150. 2 into 150. ഓക്കെ, സോ 3 into 30 എന്ന് പറഞ്ഞാൽ 90 ആണ്. ഈക്വൽ ടു 2 into SP 2SP ആണ്. മൈനസ് 2 into 150 300 ആണ്. അപ്പോൾ മൈനസ് 300 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? കൃത്യമായിട്ട് അത് പ്ലസ് 300 ആവും. സോ 90 പ്ലസ് 300 ഈസ് ഈക്വൽ ടു 2SP. അതായത് 2SP ഈസ് ഈക്വൽ ടു 390 വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SP ഈസ് ഈക്വൽ ടു 390 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 195. അതായിരിക്കും നമുക്കവിടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. 195. യെസ്, നമുക്ക് ഓപ്ഷനിൽ വരുന്നുണ്ട്. ഓപ്ഷൻ C ആണ് അല്ലേ? ഓപ്ഷൻ C ആണ് നമുക്കവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്കിവിടെ CP 150 ആണെന്ന് കിട്ടി അല്ലേ? CP 150 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എത്ര ശതമാനം പ്രോഫിറ്റ് വേണം? 30% പ്രോഫിറ്റ് കാണണം. നമുക്ക് SP കണ്ടെത്തണം അല്ലേ? 30% പ്രോഫിറ്റ് കാണണം. അങ്ങനെയാണെങ്കിൽ SP എത്രയാണെന്ന് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്താലും മതി. ഈ ഒരു 150ൻ്റെ 30% എത്രയും നോക്കുക. 30% ഓഫ് 150. ഓക്കെ, സോ ഇവിടെ എത്ര 50 ഉണ്ട്? 2 ആണ്. ഇവിടെ എത്ര 50 ഉണ്ട്? 3 ആണ്. ഓക്കെ, 30 ഡിവൈഡ് ബൈ 2 15 ആണ്. 15 ഇൻറ്റു 3 എന്ന് പറയുന്നത് 45 ആണ്. സോ നിങ്ങളുടെ CP ആയിട്ടുള്ള 150ലേക്ക് ഈ ഒരു 45 എക്സ്ട്രാ ആഡ് ചെയ്താലും മതി. അങ്ങനെയും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ SP എന്ത് ചെയ്യും? കിട്ടും. സോ അൾട്ടിമേറ്റ്ലി ഈ ഒരു ഡെസിഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എങ്ങനെ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് ഇതൊന്നുകൂടി ഈസി ആയിട്ട് ഉള്ളൊരു മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രേഡർ മാർക്ക് ഹിസ് ഗുഡ്സ് അറ്റ് 40% എബോവ് ഹിസ് കോസ്റ്റ് പ്രൈസ് ആൻഡ് അലോസ് എ ഡിസ്കൗണ്ട് ഓഫ് 10% ഓൺ ദ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, വാട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡസ് ഹി മേക്ക്? ഇപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു കച്ചവടക്കാരൻ എന്ത് ചെയ്യാണ്? ഒരു സാധനത്തിന് വാങ്ങിയ വിലയേക്കാൾ 40% കൂടുതൽ പരസ്യവില. ഏത് കൺസെപ്റ്റാ? മാർക്കറ്റ് പ്രൈസ് എന്ന കൺസെപ്റ്റാണ്. ഓക്കെ, ഇനി ആ പരസ്യവിലയിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒരു 10% എന്ത് കൊടുക്കുകയാണ്? കിഴിവ് കൊടുക്കാൻ, ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കച്ചവടക്കാരൻ്റെ ആകെ മൊത്തം പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതാണ് അല്ലേ? ലാഭശതമാനം എത്രയാണെന്നുള്ളതാണ്. എടാ, ഞാനിവിടെ CP എന്ന് പറയുന്നത് ഒരു 100 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അതെങ്ങനെ നിങ്ങൾക്ക് തോന്നിയ പോലെ 100 എടുക്കുക? അവിടെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ 100 ആണെന്നുള്ളത്. നിങ്ങൾ എടുക്കുക. ബട്ട് CP 100 ആക്കി എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ആ 100നെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് CP നിങ്ങൾ 100 എടുത്തു. ഇനി പറയുന്നുണ്ട് കച്ചവടക്കാരൻ വാങ്ങിയ വിലയേക്കാൾ 40% കൂടുതലാണ് ഈ MP വെക്കുന്നത് അല്ലെ? മാർക്കറ്റ് പ്രൈസ് വെക്കുന്നത്. അപ്പോൾ 100ന്റെ 40% എത്ര? 40 തന്നെയാണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 140 ആവും. ആ 40 100നോട് കൂടെ കൂട്ടി 140 ആയി. ഇനി 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഡിസ്കൗണ്ട് അല്ലെ, കിഴിവ് എന്തിലാണ് കൊടുക്കുക? ഡിസ്കൗണ്ട് എപ്പോഴും മാർക്കറ്റ് പ്രൈസിലാണ് കൊടുക്കുക. അപ്പോൾ ഈ 140ന്റെ 10% നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 14 ആണ്. അപ്പോൾ അവിടെ സെല് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 140 - 14. 10% കുറച്ചു അല്ലേ? ദാറ്റ് മീൻസ് 126 ആണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ കച്ചവടക്കാരന്റെ ആകെ മൊത്തം ലാഭം എത്ര എന്നുള്ളതാണ്. ലാഭം കാണാൻ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നോക്കുക, CP ഇവിടെ ഉണ്ട്, SP ഇവിടെ ഉണ്ട്. അവരെ മാത്രമല്ല നമുക്ക് ലാഭം കാണാൻ ആവശ്യമുള്ളൂ. സോ ജസ്റ്റ് നോക്കുക, പ്രോഫിറ്റ് ശതമാനം ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു SP മൈനസ് CP ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. ഓക്കെ, ഇപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണാനുള്ളത്. SP എത്രയാടാ? SP 126 ആണ്. 126 മൈനസ് CP എന്ന് പറഞ്ഞതോ CP 100 ആണ്. ഡിവൈഡഡ് ബൈ CP എത്രയാണ്? 100 ആണ് ഇൻറ്റു 100. സോ ഈ ഒരു 100ഉം ഈ 100ഉം ഡയറക്റ്റ്ലി എന്ത് ചെയ്യും? കട്ട് ചെയ്തിട്ട് പോകും. 126 മൈനസ് 100 26%. സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയില്ലേ? 26%. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഷോപ്പ് കീപ്പർ പർച്ചേസസ് എ TV ഫോർ ₹6,000 and sells it at a loss of 15%. What is the selling price of it? അപ്പോൾ നോക്കുക, അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്, അതായത് നോക്കുക, കച്ചവടക്കാരൻ 6,000 രൂപക്കാണ് TV വാങ്ങുന്നത്. അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 6,000 രൂപയാണ്. ഓക്കെ, നഷ്ടശതമാനമാണ് അല്ലേ? ലോസ് പെർസെൻറ്റേജ് ആണ്. എത്രയാണ്? 15%. അങ്ങനെയാണെങ്കിൽ SP വിറ്റ വില എത്രയാന്നുള്ളതാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. സിമ്പിൾ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ലോസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ ഇടാം. ലോസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു CP മൈനസ് SP ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. ഓക്കെ, ലോസ് ശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം എത്ര? 15 ആണ്. 15 ഇസ് ഈക്വൽ ടു CP എത്രയാണ്? വാങ്ങിയ തുക എത്രയാണ്? 6,000 ആണ്. 6,000 മൈനസ് SP എനിക്കറിയില്ല, ഡിവൈഡഡ് ബൈ CP 6,000 ആണ് ഇൻറ്റു 100. ഓക്കെ, 2 zeros കട്ട് ചെയ്തു. താഴെ നിന്ന് 2 zeros കട്ട് ചെയ്തു. സോ ഈ ഒരു 60 എങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം? 15 ഇൻറ്റു 60 ഇസ് ഈക്വൽ ടു 6,000 മൈനസ് SP. ഓക്കെ, സോ 15 ഇൻറ്റു 60, 15 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 90 ആണ്. സോ 900 വന്നു. 900 ഇസ് ഈക്വൽ ടു 6,000 മൈനസ് SP. മൈനസ് SP ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ് SP ആവും. സോ 900 പ്ലസ് SP ഇസ് ഈക്വൽ ടു 6,000. ഓക്കെ, SP ഇസ് ഈക്വൽ ടു ഈ പോസിറ്റീവ് 900 അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് ആവും. 6,000 മൈനസ് 900 ഇസ് ഈക്വൽ ടു 5,100. ഓക്കെ, 5,100. യെസ്, 5,100. ഇതൊന്നും കൂടി ഈസിയർ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് 6,000 രൂപയാണ് നമുക്ക് CP വരുന്നത്. 15% എന്താണ്? നഷ്ടമാണ്. സോ 6,000ന്റെ 15% ആദ്യം കാണുക. 15% ഓഫ് 6,000. 2 zeros കട്ട് ചെയ്തു. ഇവിടുന്ന് 2 zeros കട്ട് ചെയ്തു. 15 ഇൻറ്റു 60 എന്ന് പറയുന്നത് 900 ആണ്. ഈ 900 എന്ത് ചെയ്യുക? ജസ്റ്റ് 6,000 എന്ന് മൈനസ് ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നത്. സോ ഇങ്ങനെയും നിങ്ങൾക്ക് പെർസെൻറ്റേജിൻ്റെ കൺസെപ്റ്റ് ഒന്നും കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ട്ലി ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഷോപ്പ് കീപ്പർ സെൽസ് 2 radios ഫോർ 1,540 ഈച്ച്. On one of them he gains 12% and on other he loses 12%. His total gain or loss is. ഓക്കെ, അപ്പോൾ 2 റേഡിയോസിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. റേഡിയോ 1, റേഡിയോ 2. ഓക്കെ, റേഡിയോ 1 അതുപോലെ തന്നെ റേഡിയോ 2. ഓക്കെ, അപ്പോൾ അവിടെ ഓരോന്നും വിൽക്കുന്നത് അദ്ദേഹം എത്രയാണ്? 1,540. ഇവിടെ SP 1,540 ആണ്. ഇവിടെ SP 1,540 ഇനി ജസ്റ്റ് നോക്കുക, ഓരോ കേസിലും എന്ത് മാറ്റമുണ്ട്? അവിടെ ഗെയിൻ ആണോ ലോസ് ആണോ എന്നുള്ള മാറ്റമുണ്ട്. ഫസ്റ്റത്തെ കേസിൽ ഹി ഗെയിൻസ് 12%. ഓക്കെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് 12% ആണ്. ഇവിടെ ലോസ് ആണ്, ലോസ് പെർസെൻറ്റേജ് ആണ് 12% വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിസ് ടോട്ടൽ ഗെയിൻ ഓർ ലോസീസ്, അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഗെയിൻ ഓർ ലോസ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെയും ലോസ് പെർസെൻറ്റേജ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എത്രയാണ് 2 കേസിലും CP എന്നുള്ളത് കാണാൻ പറ്റും. പക്ഷേ അതൊരു ഇക്വേഷൻ ബേസ് ആണ്, ഒന്നുകൂടി ലെങ്തിയർ പ്രോസസ്സാണ്. അവിടെ നമുക്ക് ഒന്നുകൂടി ഈസിയർ ആയിട്ട് ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എടാ, ഈ പ്രോഫിറ്റ് ഇപ്പോൾ 25% പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ CP എന്ന് പറയുന്നത് ഒരു 100 രൂപയാണ്. 25% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ SP എത്രയായിരിക്കും?
125 ആയിരിക്കും. അതായത് 25% ഓഫ് 100 എന്ന് പറയുന്നത് 25 അപ്പോൾ ഈ 100ലേക്ക് 25 ആഡ് ചെയ്തു, അതായിരിക്കും നമുക്ക് SP വരുന്നുണ്ടായിരിക്കാം. സോ ആ ഒരു സെയിം ലോജിക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ 12% പ്രോഫിറ്റ് ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, സി പിയുടെ 112% എന്തെന്ന് പറയുന്നത് 1540 എന്ന് പറയുന്നത് ആണല്ലോ. സി പിയുടെ 112% 1540, കാരണം സി പി പ്ലസ് ആ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അങ്ങനെയാണെങ്കിൽ അവിടെ 1% ഓഫ് സി പി എത്രയാണെന്നുള്ളത് കാണാം. 1% ഓഫ് സി പി നമുക്ക് കാണുന്നത് 100%, ആ ടോട്ടൽ സി പി ആണ്, അതാണ് 100%. ആദ്യം 1% കാണാം, അതിലെന്ത് ചെയ്താൽ മതി, 2 zeros ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ 1% ഓഫ് സി പി എത്രയായിരിക്കും വരുന്നുണ്ടായിരിക്കാം, 1540 ഡിവൈഡഡ് ബൈ 112 ആണ്. നമുക്ക് കാണേണ്ടത് 100% ആണ്. സോ 100% ഓഫ് സി പി ഇസ് ഈക്വൽ ടു 1540 ഡിവൈഡഡ് ബൈ 112 ഇൻറ്റു 100 ആണ്. സോ 100ൽ എത്ര 4 ഉണ്ട്, 25 ആണ്. 112ൽ എത്ര 4 ഉണ്ട്, ഇവിടെ 28 ആണ്. സോ നമുക്ക് ആദ്യം 1540 ഡിവൈഡഡ് ബൈ 28 എത്രയാണ് വരുന്നത് നോക്കാം. 1540 ഡിവൈഡഡ് ബൈ 28. ഓക്കെ, സോ ജസ്റ്റ് നോക്കാം, 28ൻ്റെ മൾട്ടിപ്പിൾസ് ഒന്ന് എടുത്ത് നോക്കാം. 28, നെക്സ്റ്റ് നമുക്ക് വരുന്നത് 56 ആണ്. 56 അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് 76ഉം അതുപോലെ തന്നെ 84 ആണ് വരുന്നത്. 84ഉം 104ഉം അതുപോലെ തന്നെ 112 ആണ്. ഓക്കെ, 112ലേക്ക് വീണ്ടും നമ്മൾ 28 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 132ഉം അതുപോലെ തന്നെ 140 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് 5 ആണ് അല്ലേ, 5 ആണ്. അത് 28 into 5 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് 140യിലോട്ട് എത്തുന്നത്. അപ്പോൾ ബാക്കി ഇവിടെ റിമൈൻഡർ ആയിട്ട് 1, 4, 140 ഉണ്ട്. അപ്പോൾ 140 ഡിവൈഡ് ബൈ 28 5 തന്നെയാണ്. അപ്പോൾ 55 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. അപ്പോൾ സി പി ഇസ് ഈക്വൽ ടു 55 into 25 ആണ് വരുന്നത്. 55 into 25 എത്രയാണ് നോക്കാം. ഓക്കെ, 55 into 25, 5 into 5 25 ആണ്, 2 ഇവിടെ വന്നു. 5 into 5 25ഉം 27. 5 into 2 10 ആണ്, 1 ഇവിടെ വന്നു. 5 into 2 10 തന്നെയാണ്, ബാക്കി ഒരു 1 കൂടി ഉണ്ട്. അപ്പോൾ 5, 7, 3, 1 നോക്കുക, 1375 ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ കേസിന് നോക്കുക, ഇവിടെ നമുക്ക് ലോസ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, എത്ര പെർസെൻറ്റേജ്, നേരത്തെ നമ്മൾ പ്രോഫിറ്റ് ആയ സമയത്ത് 100ലേക്ക് ആഡ് ചെയ്തു, അതായത് 112% എടുത്തു. ഇവിടെ ലോസ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ പറയാം, 88% ഓഫ് സി പി, ഈ ഒരു കേസിൽ സി പി ആണ്, ഇസ് ഈക്വൽ ടു 1540. അങ്ങനെയാണെങ്കിൽ 1% ഇസ് ഈക്വൽ ടു, ഓക്കെ ബാക്കി ഇങ്ങോട്ടേക്ക് എഴുതുന്നുണ്ട്, 1% ഇസ് ഈക്വൽ ടു 1540 divided by 88. 100% is equal to 1540 divided by 88 into 100. ഓക്കെ, 100ൽ എത്ര 4 ഉണ്ട്, 25 ആണ്. ഇവിടെ 22 ആണ്. ഓക്കെ, അപ്പോൾ 1540 ഡിവൈഡ് ബൈ 22 എത്രയാണെന്നുള്ളത് നോക്കാം. 1540 ഡിവൈഡഡ് ബൈ 22. 154ൽ എത്ര 22 ഉണ്ട്, 7 ആണല്ലേ, കാരണം 7 into 22 എന്ന് പറയുന്നത് 154 ആണ്. അപ്പോൾ 7 into 22 154. ഓക്കെ, 0 ഉണ്ട്, 0 ഇട്ട് കൊടുക്കുക. 70 ആണ് നമുക്ക് എന്ത് ചെയ്യുക, അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ ജസ്റ്റ് നോക്കുക, ഇതിൻ്റെ ആൻസർ 70 കിട്ടി. 70 into 25. ഓക്കെ, 7 into 25 എന്ന് പറയുന്നത് എത്രയാണ്, 7 into 25. 8 into 25 എന്ന് പറയുന്നത് 200 ആണ്. 7 into 25 175 ആണ്. അപ്പോൾ 175 ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. 175 പിന്നെ ഒരു 0, ദാറ്റ് മീൻസ് 1750 ആണ്. ഇനി ജസ്റ്റ് നോക്കുക, ടോട്ടൽ സി പി എത്രയാണുള്ളത്, ടോട്ടൽ സി പി. ഓക്കെ, ഇവിടെ ഫസ്റ്റത്തെ സി പി 1375 ആണ്, രണ്ടാമത്തെ സി പി എന്ന് പറയുന്നത് 1750 ആണ്. സോ രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3125 കിട്ടും. 3125 കിട്ടി. ഇനി ടോട്ടൽ എസ് പി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത്രയാണ്, ഓരോന്നും വിറ്റത് 1540ക്കാണ്. ദാറ്റ് മീൻസ് 3080 ആണ്. സോ ടോട്ടൽ എത്ര നഷ്ടം ഉണ്ടായി എന്ന് നമ്മളെങ്ങനെ കാണാം, ജസ്റ്റ് നോക്കുക. 3125 മൈനസ് 3080, ദാറ്റ്സ് ഈക്വൽ ടു 45 റുപ്പീസിൻ്റെ ലോസ് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം. യെസ്, ഓപ്ഷൻ സി ആണ് അല്ലേ, ലോസ് ഓഫ് 45% ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നുണ്ടായിരിക്കാം.
സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.